ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊരു സന്തോഷ വാർത്ത. ലോകരാജ്യങ്ങളിലേക്ക് മലയാളികൾ ചേക്കേറിയ സ്ഥലങ്ങളെല്ലാം 24 ഫ്ലവേഴ്സും എത്തണമെന്ന് നമുക്ക് നിർബന്ധമാണ്. കുറേ അധികം കാലമായി ഓസ്ട്രേലിയൻ മലയാളികൾ നമ്മളോട് ചോദിക്കുകയാണ്, 24 ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമ്മുടെ വാർത്തകളൊക്കെ വരണ്ടേ, അതുപോലെ ഫ്ലവേഴ്സിൽ ഞങ്ങളുടെ കലാകാരന്മാർക്ക് പങ്കെടുക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകരുടെ ചെറുകാല അഭിലാഷം പൂവണിയുന്നു. 24 ഫ്ലവേഴ്സും ഓസ്ട്രേലിയയിലും അതുപോലെ ന്യൂസിലൻഡിലും പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്നു മുതൽ. സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയയുടെ ചെയർമാൻ ഷിബു ജോൺ ആണ് നമ്മുടെ അവിടുത്തെ പ്രതിനിധി. ഫ്രാഞ്ചൈസിയും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും മീഡിയ പേഴ്സണുമായ ബൈജു കൊട്ടാരക്കയുടെ നേതൃത്വമുള്ള ഒരു സംഘമാണ് ഓസ്ട്രേലിയയിൽ 24-ൻ്റെ ടീമായി പ്രവർത്തിക്കുന്നത്. പെർത്ത് ആസ്ഥാനമായിട്ടാണ് ചാനൽ പ്രവർത്തിക്കുക. മെൽബിൻ ലിജ ചാക്കോ എന്നിവരും, സിഡ്നിയിൽ സംഗീത ഗോപിനാഥ്, ബ്രിസ്ബനിൽ സ്വരാജ് സെബാസ്റ്റ്യൻ, ക്യൂൻസ്ലാൻഡിൽ സ്മിത നായർ, പെർത്തിൽ ക്രിസ്റ്റിന, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പെനിന മാത്യു എന്നിവരാണ് 24-ൻ്റെ പ്രതിനിധികൾ. ഷാജു മാത്യു ന്യൂസ് കോർഡിനേറ്റർ, ചുണ്ടമണ്ണിൽ പ്രോഗ്രാം കോർഡിനേറ്റർ, ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ ടീം. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഹായ് ഓസ്ട്രേലിയൻ മലയാളീസ്, നിങ്ങളൊക്കെ എല്ലാവിധമായ സഹായങ്ങളും നൽകുക. നിങ്ങളുടെ ശബ്ദം നമ്മുടെ ചാനലിൽ എത്തണം. 2 ചാനലുകൾ ഉണ്ടാകും. ബൈജു കൊട്ടാരക്കര ഈ സംഘത്തോടൊപ്പം പെർത്തിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൈജു കൊട്ടാരക്കര ആൻഡ് അതേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മലയാളികൾക്കുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ബൈജുവാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുക. അപ്പം ഓസ്ട്രേലിയയിലെ എല്ലാ മലയാളികൾക്കും നല്ലൊരു ദിവസമായിരിക്കും ഇന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈജു, ഇത് എല്ലാ ആളുകളും ഓസ്ട്രേലിയയിൽ അറിഞ്ഞു, ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഫ്ലവേഴ്സും 24 പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ള കാര്യം? ബൈജുവിന് കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ കരുതുന്നു. ബൈജു കൊട്ടാരക്കര, ഓസ്ട്രേലിയയിലുള്ള ഭവിഷ്യത്ത് മലയാളികളും അതേപോലെ നമ്മുടെ ന്യൂസിലൻഡിലുള്ള മലയാളികളും നമ്മൾ 24 ഫ്ലവേഴ്സും അവിടെ സംപ്രേഷണം തുടങ്ങുന്നു, അവിടുന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ബൈജു. തീർച്ചയായിട്ടും എസ് കെ, ഇവിടെ വ്യാപകമായിട്ട് ഇതിന്റെ ഒരു പബ്ലിസിറ്റി പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സംഘടനകളും, മെൽബണിലാണെങ്കിലും പെർത്തിലാണെങ്കിലും അതേപോലെ തന്നെ അഡ്ലൈഡിലാണെങ്കിലും ബ്രിസ്ബെയിനിലാണെങ്കിലും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലെയും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവർ അറിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആളുകളെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ച ആളുകൾ മുഴുവൻ നമ്മളെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യത്തില് ഒരു മാസമായിട്ട് നമ്മൾ അതിനുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. നമുക്കറിയാം, ഇവിടെ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീ ഐപ്പ് ചുണ്ടാമണിലാണ്. അദ്ദേഹം വളരെ ഐപ്പാണെങ്കിൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും പോയി അത് കൊടുക്കുകയും അതുപോലെ തന്നെ അവരുമായി സഹകരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഞാൻ സംഗീത, സിഡ്നിയിൽ നിന്നുള്ള വാർത്തകളുമായി. മെൽബൺ വാർത്തകളുമായി ഞാൻ ലിജ ചാക്കോ. എന്റെ കൂടെ മെൽബിൻ ഉണ്ട്, പക്ഷെ ഇന്നിവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എസ് കെ. ഗുഡ് മോർണിംഗ് എസ് കെ. സ്മിത നായർ, ക്വീൻസ്ലാൻഡ് വാർത്തകളുമായി. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. പെർത്തിൽ നിന്നും ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് എസ് കെ. ഷാജു ഫ്രാൻസിസ്, ന്യൂസ് കോർഡിനേറ്റർ. പെർത്തിലെ എല്ലാ മലയാളികളും സന്തോഷത്തിലാണ്. 24 ന്യൂസിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒട്ടുമിക്ക ആളുകളെയും എല്ലാ സ്റ്റേറ്റിലും അവരെ അറിയിച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പെർത്തിലെ ഏറ്റവും വലിയ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാർക്കിലാണ്. കിങ്സ് പാർക്ക് എന്നാണ് അതിന്റെ പേര്. ഈ കിങ്സ് പാർക്കിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഈ കിങ്സ് പാർക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് ഈ സിറ്റിക്ക് നടുവിൽ 1000-ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെർത്തിലെ ഈ കിങ്സ് പാർക്ക് എന്ന് പറയുന്നത്. ഈ കിങ്സ് പാർക്കില് 1-ാം ലോക മഹായുദ്ധകാലത്തും 2-ാം ലോക മഹായുദ്ധകാലത്തും മരിച്ച ആളുകളുടെ ഫലകങ്ങൾ ഉൾപ്പെട്ട ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതും ഒരിക്കലും അണയാത്ത ഒരു ലൈറ്റും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു പന്തം അവരുടെ മെമ്മോറിയലിന് വേണ്ടി അത് വെച്ചിട്ടുണ്ട്. അതും ഈ പാർക്കിന്റെ ഒരു പ്രത്യേകതയാണ്. താങ്ക് യു ബൈജു കൊട്ടാരക്കര. എല്ലാവർക്കും നമ്മുടെ ടീമിനെല്ലാം, നമ്മുടെ ഓസ്ട്രേലിയയിലെ 24 ഫ്ലവേഴ്സിനെ പട്ടാളത്തിന് എൻ്റെ ഒരു നല്ല സുപ്രഭാതം. അതുപോലെ ഓസ്ട്രേലിയയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ന്യൂസിലൻഡിലെ പ്രേക്ഷകരും ഒക്കെ തന്നെ നമുക്കൊപ്പം സഹകരിക്കുക. നമുക്ക് ഒരു വലിയ സംഭവമാക്കി മാറ്റണം. ഓസ്ട്രേലിയയിൽ ഇത്തരം ഒരു
പ്രതികരണം ഉണ്ടാകുന്നതും ആദ്യമാണ്. ഓസ്ട്രേലിയയിലെ മലയാളി പ്രേക്ഷകരുടെ സമ്മർദ്ദമാണ് തീർച്ചയായിട്ടും 24 ഫ്ലവേഴ്സും ഇത്ര വേഗത്തിൽ അവിടെ എത്താൻ കാരണം. അവർക്കുള്ള നന്ദിയും. താങ്ക് യു. നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ആ പഴയ വർദ്ധിത വീര്യത്തിൽ പ്രവർത്തിച്ച് ലോക മലയാളികൾക്ക് ഒരു മാതൃകയാകുക. എന്നാലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഇനി പ്രക്ഷേപണത്തിൻ്റെ മഴ പെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.